നമസ്കാരമുണ്ട് കൂട്ടുകാരെ. ഇന്നലെ ഇവിടെ രാത്രി സ്റ്റേ ചെയ്തു. ഇത് തായിഫ് എന്ന് പറയുന്ന സ്ഥലമാണ്. നല്ല താഴ്ന്ന പ്രദേശമാണ്. കുന്നുകളും മലകളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന പ്രദേശമാണ്. രാവിലെ ഇങ്ങനെ നേരം വെളുക്കുന്നതേ ഉള്ളൂ. കണ്ടോ, 5 മണിയായി. ഇനിയിപ്പോൾ ഇവിടുന്ന് രാവിലെ വണ്ടി എടുത്താൽ ഒരു 7 മണിയാകുമ്പോഴത്തേന് ജിദ്ദയിലെത്താം. ഇനിയൊരു 100-160 കിലോമീറ്റർ ഉണ്ട്. ഇത് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഈ വെയിങ് സ്കെയിലുണ്ടല്ലോ, ആ ഭാഗത്താണ് എല്ലാവരും ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. രാത്രിയിൽ ഈ ഭാഗത്ത് സ്റ്റേ ചെയ്ത് ഇനിയിപ്പോൾ രാവിലെ എല്ലാവരും എഴുന്നേക്കാൻ തുടങ്ങും. ഇപ്പോൾ എല്ലാവരും കിടക്കുകയാണ്. നമ്മുടെ കല്യാണം ഇതേ കിടക്കുന്നു. അപ്പോൾ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇതൊക്കെ വണ്ടി എടുക്കുക, എന്നാലേ ഓടി എത്താനൊക്കത്തുള്ളൂ. ഒരു 7-8 മണിക്ക് മുമ്പ് അവിടെ ചെല്ലണം. നമ്മുടെ ചെറിയ കിച്ചണാണ്. വെള്ളമൊക്കെ ഞാൻ ചൂടാക്കി വെച്ചിട്ടാണ് വീഡിയോ പിടിക്കാൻ പോയത്. അപ്പോൾ കോഫി റെഡിയായി. ഇനി ഇതൊക്കെ കുടിച്ചിട്ട് പെതുക്കെ അങ്ങോട്ട് നീങ്ങാം. എടുക്കുന്നതിന് മുമ്പ് രാത്രി കിടന്നുറങ്ങിയില്ലേ, ടയറൊക്കെ ഒന്ന് നോക്കി വല്ല പഞ്ചറോ വല്ല പ്രശ്നമുണ്ടോ 4 സൈഡും വണ്ടിയൊക്കെ ഒന്ന് നോക്കി നമ്മൾ എടുക്കണം. പിന്നെ ലൈറ്റൊക്കെ എല്ലാം ഉണ്ടോയെന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്പർ പ്ലേറ്റിലൊക്കെ ലൈറ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലെ പോലീസുകാർ പിടിച്ച് അവന്മാർ ചെറിയ ചലാൻ നമുക്ക് തരും. ടയറൊക്കെ ഓക്കെയാണ്. ഓക്കേ, അപ്പം നമുക്ക് ദമാമിന്ന് ഒരു 3 ദിവസമാണ് തരുന്നത്. 3-ാം പക്കം നമ്മൾ ലോഡ് ഇറക്കിയിരിക്കണം. ഓക്കെ, വീണ്ടും യാത്ര തുടങ്ങുകയാണ്. മീസാനിലൊക്കെ വണ്ടി ഒന്ന് കയറ്റി അത് കഴിഞ്ഞിട്ട് വേണം മുന്നോട്ട് പോകാൻ. എല്ലാവരും ഉറക്കമാണ്. അങ്ങനെ വെയിറ്റ് എല്ലാം തൂക്കി വണ്ടി എടുത്തു. മൊത്തം കിലോമീറ്റർ ദമാമിൽ നിന്ന് ഒരു 1500ഓളം കിലോമീറ്റർ ഉണ്ട്. ദമാമിൽ നിന്നും ജിദ്ദ വരെ ഒരു 1500 കിലോമീറ്റർ ഉണ്ട് കൂട്ടുകാരെ. ഇനിയിപ്പോൾ കുറേ നല്ല ഇറക്കമാണ്. അപ്പോൾ ഇറക്കത്ത് നമ്മൾ വളരെ സൂക്ഷിച്ച് വാഹനം ഓടിക്കണം. അതുപോലെ ഇവിടെ ഓവർടേക്കിങ് ഒക്കത്തില്ല കൂട്ടുകാരെ. ഓവർടേക്ക് ചെയ്താൽ ഇവിടെ നല്ല ചലാൻ കിട്ടും. പിന്നെ ലോഡ് വണ്ടിയൊക്കെ പെതുക്കെയാണ് പോകുന്നത്. ഇവിടെ വാഹനത്തിൽ ലോഡുണ്ടെങ്കിൽ പിന്നെ സ്പീഡ് നടക്കത്തില്ല. എഞ്ചിൻ ബ്രേക്കൊക്കെ ഇട്ട് പെതുക്കെ പോകണം. ഒത്തിരി സ്പീഡിൽ ഓടിച്ചാൽ പിന്നെ ബ്രേക്ക് ഒത്തിരി ചവിട്ടേണ്ടതായിട്ട് വരും. ബ്രേക്ക് ചവിട്ടിയാൽ പിന്നെ നമുക്കറിയാമല്ലോ, അപ്പ് ചൂടാവും, അപ്പിൽ കൂടെ ഒക്കെ തീ വരും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശരി, ഇതൊക്കെയാണ് ട്രക്ക് ലൈഫിൻ്റെ വിശേഷം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാൻ കൂട്ടുകാരെ. നന്ദി, നമസ്കാരം.